ഒമാനിയ മൊബൈൽസ്, AM റോഡ് പെരുമ്പാവൂർ, PO ജംഗ്ഷൻ മൂവാറ്റുപുഴ. പൗരത്വ നിയമം നടപ്പാക്കുന്നതിൽ പ്രതിഷേധിച്ച് മാത്യു കുഴൽനാടൻ MLA നടത്തിവന്ന രാപ്പകൽ കാവൽ സത്യാഗ്രഹം സമാപിച്ചു. സത്യാഗ്രഹ സമാപന സമ്മേളനം മുൻ MLA VT ബൽറാം ഉദ്ഘാടനം ചെയ്തു. കേന്ദ്ര സർക്കാർ പൗരത്വ നിയമം നടപ്പാക്കുന്നതിൽ പ്രതിഷേധിച്ച് മാത്യു കുഴൽനാടൻ നടത്തിയ രാപ്പകൽ കാവൽ സത്യാഗ്രഹം സമാപിച്ചു. പൗരത്വ നിയമം മുസ്ലിം സമുദായത്തെ മാത്രം ബാധിക്കുന്ന പ്രശ്നമാണെന്ന തെറ്റിദ്ധാരണ നീക്കണം. രാജ്യത്തിന്റെ അടിസ്ഥാന ശിലയായ മതേതരത്വത്തെയും ഇത് പ്രതികൂലമായി ബാധിക്കും. രാജ്യത്തിന്റെ ചരിത്രവും ഭരണഘടനയും തിരുത്തിയെഴുതാനാണ് സംഘപരിവാർ ശക്തികൾ ശ്രമിക്കുന്നതെന്നും ശക്തമായ പ്രതിരോധം ഉയരേണ്ടതുണ്ടെന്നും മാത്യു കുഴൽനാടൻ പറഞ്ഞു. ഞാനൊരു ഉത്തമ ക്രൈസ്തവ വിശ്വാസിയായിരിക്കുമ്പോഴും പറയുന്നു, ഇത് ഈ രാജ്യത്തെ മുസൽമാന്റെ പ്രശ്നമല്ല, ഇത് ഈ രാജ്യത്തെ ന്യൂനപക്ഷത്തിന്റെ പ്രശ്നമല്ല, ഇത് ഈ രാജ്യത്തെ സാമാന്യ ജനമായ ഇന്ത്യക്കാരന്റെ പ്രശ്നമാണ്, ഈ രാജ്യത്തെ മതേതര ജനാധിപത്യ വിശ്വാസികളുടെ പ്രശ്നമാണ്, ഈ രാജ്യത്തെ ക്രൈസ്തവന്റെ പ്രശ്നമാണ്, ഈ രാജ്യത്തെ ജൈനന്റെ പ്രശ്നമാണ്, ഈ രാജ്യത്തെ ബുദ്ധവിശ്വാസികളുടെ പ്രശ്നമാണ്, ഈ രാജ്യത്തെ ദളിതന്റെ പ്രശ്നമാണ്, ഈ രാജ്യത്തെ പിന്നോക്കക്കാരന്റെ പ്രശ്നമാണ്. കാരണം ഇവർ ഈ രാജ്യത്തെ പിന്നോട്ട് നടത്താൻ ആഗ്രഹിക്കുകയാണ്. ഈ രാജ്യത്തെ ഒരുപക്ഷെ ഒരുപാട് കാലം മുമ്പ് നമ്മൾ കുഴിച്ചു മൂടിയ ചരിത്രങ്ങളെ കുഴിമാടം മാന്തിയെടുക്കാൻ ഇവർ ആഗ്രഹിക്കുകയാണ്. അങ്ങനെയാണ് ഇവർ രാമജന്മഭൂമിയിൽ അയോധ്യ ക്ഷേത്രം പണിയണമെന്ന വാദം സ്ഥാപിച്ച് ഒരു പള്ളി പൊളിച്ച് ഒരമ്പലം പണിതത്. സത്യാഗ്രഹ സമാപന സമ്മേളനം മുൻ MLA VT ബൽറാം ഉദ്ഘാടനം ചെയ്തു. أشهد أن محمدًا رسول الله أشهد أن محمدًا رسول الله. ഈ ഭരണഘടന, ഈ രാജ്യമെന്ന സങ്കല്പം, അതിന്റെ വീണ്ടെടുപ്പിന് വേണ്ടിയാണ് പ്രിയപ്പെട്ടവരെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് തിരിച്ചു തരണം എന്ന് നമ്മൾ ആഗ്രഹിക്കുന്നത്. ഇന്ത്യയുടെ ചരിത്രത്തിൽ ആദ്യമായി ഇന്ത്യൻ പൗരത്വത്തിന് മതം ഒരു മാനദണ്ഡമാവുന്നു. ഇന്ത്യൻ ഭരണഘടന ഈ രാജ്യത്ത് മുഴുവൻ മനുഷ്യർക്ക് നൽകുന്ന ഏറ്റവും അടിസ്ഥാനപരമായ മൗലികമായ ഒരു ഉറപ്പുണ്ട്. ജാതിയുടെ പേരിൽ, മതത്തിന്റെ പേരിൽ, ഭാഷയുടെ പേരിൽ, വംശീയതയുടെ പേരിൽ, പിറന്ന നാടിന്റെ പേരിൽ ഒരാളും വിവേചനത്തിന് ഇരകളാവില്ല എന്നുള്ള ഒരു ഉറപ്പ്. എല്ലാവർക്കും തുല്യതയും തുല്യനീതിയും ഉറപ്പാണ് എന്നുള്ള മഹത്തായ വാഗ്ദാനത്തെയാണ് നരേന്ദ്രമോദി കാൽക്കീഴിട്ട് ചവറ്റിയിരിക്കുന്നത്. ഇന്ത്യൻ ഭരണഘടന വിഭാവനം ചെയ്യുന്ന ആ അടിസ്ഥാനപരമായ ഉറപ്പുകളെ ലംഘിക്കുന്ന രാജ്യദ്രോഹിയായ ഒരു ഭരണാധികാരിയാണ് നരേന്ദ്രമോദി എന്ന് ആ മനുഷ്യന്റെ മുഖത്തേക്ക് വിരൽ ചൂണ്ടിക്കൊണ്ട് ഈ രാജ്യത്തെ മനുഷ്യർക്ക്, പൗരർക്ക് വിളിച്ചു പറയാൻ കഴിയുന്ന ഒരു സാഹചര്യമായി ഈ കാലഘട്ടം മാറുകയാണ്. പൗരത്വ നിയമം നടപ്പാക്കുന്നതുമായി ബന്ധപ്പെട്ട് CPM തുടരുന്ന ഇരട്ടത്താപ്പ് അവസാനിപ്പിക്കണമെന്ന് VT ബൽറാം ആവശ്യപ്പെട്ടു. UDF ചെയർമാൻ KM സലീം, UDF കൺവീനർ KM അബ്ദുൾ മജീദ്, ഓണംപിള്ളി മുഹമ്മദ് ഫൈസി, KS സിയാദ്, PP എൽദോസ്, TM സക്കീർ ഹുസൈൻ, അബിൻ വർക്കി, ജോസ് വള്ളമറ്റം, MS സുരേന്ദ്രൻ, ബേബി ജോൺ, തോംസൺ പീച്ചാമ്പിള്ളി, സാബു ജോൺ, സുഭാഷ് കടക്കോട്, KM പരീദ്, മുഹമ്മദ് പനിക്കൽ എന്നിവർ സമ്മേളനത്തിൽ പങ്കെടുത്തു. നേത്ര സംരക്ഷണത്തിന് നമ്മുടെ അഹല്യ അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ, കേരളത്തിൽ എല്ലായിടത്തും.